നമ്പ്യാർ അറിഞ്ഞു പയറ്റു ഈ തെരഞ്ഞെടുപ്പിൽ. ജയിക്കേണ്ടത് അങ്ങനെ പ്രസ്റ്റീജാ. നമ്പ്യാരെ എതിർക്കാൻ ഞാൻ തന്നെ വേണമെന്ന പാർട്ടിയിൽ പലരുടെയും അഭിപ്രായം. ഇത് നല്ല അവസരമാ. താൻ നിൽക്കടോ, ജയിക്കും. നമ്പ്യാരെ പോലൊരു അസൽ ക്രിമിനല് നമ്മളെ ഭരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ? സ്ത്രീകളുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ ഞങ്ങളുണ്ട്, അല്ലേ ശ്രീദേവി? എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഒരു രക്ഷയുമില്ല. ഇപ്പൊ തന്നെ എഴുതി കാണാപ്പണം പഠിച്ചോണം. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഞാനൊരു MLA ആയ തനിക്ക് തന്നെ അതിന്റെ ഒരു അന്തസ്. നാളെ അല്ലേ നോമിനേഷൻ കൊടുക്കേണ്ടത്? അതെ. നാളത്തെ നവലോകത്തിൽ ഞാനൊരു കാച്ചുന്നുണ്ട്. നാളത്തെ പോളിംഗ് ഒരു 60% കവിയരുത് എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. അരിച്ചു പെറുക്കിയുള്ള അവസാനത്തെ കണക്കൂട്ടലിൽ ഒരു 80 സീറ്റെങ്കിലും തടയുന്ന തോന്നുന്നത്. തോന്നിയാ പോരാ, കിട്ടണം. അതിനാ വാരിക്കോരി എറിഞ്ഞത്. എറിഞ്ഞതൊന്നും കടലിലേക്കല്ല, കരയിലേക്ക് തന്നെയാ. നമ്പ്യാര് മുഖ്യമന്ത്രിയായിട്ട് വേണം എനിക്കൊന്ന് വിലസാൻ. ഇരിക്കുന്നതിന് മുമ്പ് കാലം കിട്ടാതടോ. നമ്പ്യാര് ധൈര്യമായിട്ടിരി. ഫലം അറിയുമ്പം ആ കുമാരനും ഞെട്ടും, വിശ്വനാഥനും. ആകാശവാണി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സേതു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ അറിവായി തുടങ്ങി. കൊഴിഞ്ഞാമ്പാറ മണ്ഡലത്തിലെ മലയാളദേശം പാർട്ടി സ്ഥാനാർത്ഥി ശശിധരൻ നായർ തന്റെ തൊട്ടടുത്ത നാഷണൽ പാർട്ടിയിലെ വിജയനേക്കാൾ 4000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കുലശേഖരം മണ്ഡലത്തിൽ മലയാളദേശം പാർട്ടിയിലെ രാഘവൻ പിള്ള തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയറ മണ്ഡലത്തിൽ മലയാളദേശം പാർട്ടി നേതാവ് തൃശ്ശിലേരി അനന്തൻ നമ്പ്യാർ തൊട്ടടുത്ത റബൽ സ്ഥാനാർത്ഥി കുമാരനെ 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ ഏറ്റവും അവസാനത്തെ കക്ഷിനില. ആകെ സീറ്റ് 110. ഫലമറിഞ്ഞത് 105. മലയാളദേശം പാർട്ടി 74, നാഷണൽ പാർട്ടി 28, കക്ഷിരഹിതർ 6. മലയാളദേശം പാർട്ടി നിയമസഭാ കക്ഷി നാളെ യോഗം ചേർന്ന് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതാണെന്ന് പാർട്ടി വക്താവിലൂടെ അറിയിച്ചു. നാണം കെട്ട ജനം ഒരായുസ് മുഴുവൻ നുഖത്തിന് കീഴിലമർന്ന് അടിമകളാകാനാണ് സ്വയം വിധിക്കുന്നത്. ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കരുത്. കണ്ട പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ ചിത്രത്തിൽ വോട്ട് ചെയ്ത് ശീലിച്ച ജനത്തിന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഇത്തിരി സമയമെടുക്കും. അമർഷം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്പ്യാരാ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. നാടിന്റെ ഗതികേട് അല്ല എന്ത് പറയാൻ. ആദ്യം താനൊന്ന് കൂളാവും. എനിക്കൊരു വിഷമമില്ല. പിന്നെ കിട്ടിയ വോട്ടിന് സിന്ദാബാദ് വിളിച്ച് വീട്ടിലിരിക്കാനൊന്നും പോകുന്നില്ല. ശരിക്കും പറഞ്ഞ പൊരുതേണ്ടത് ഇപ്പോഴാ, പഴയ നമ്പ്യാരോടല്ല, ചെങ്കോലും കിരീടവും ധരിച്ച പുതിയ നമ്പ്യാരോട്.